കൊല്ലം ജില്ലയുടെ അടുത്ത 5 വർഷത്തെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ച് കേരള വിഷൻ ന്യൂസിന്റെ കേരള വിഷൻ 2030 വികസന കോൺക്ലേവ്. ആരോഗ്യം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിൽ കൊല്ലം എങ്ങനെ മുന്നേറണമെന്ന നിർദ്ദേശങ്ങളാണ് കോൺക്ലേവിൽ ഉയർന്നത്. കേരളത്തിന്റെ വികസന പാതയിലൂടെയുള്ള മുന്നോട്ടുപോക്കിന് കൂടുതൽ ഊർജവും മാർഗനിർദ്ദേശവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള വിഷൻ ന്യൂസ് കേരള വിഷൻ 2030 കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ വികസന പ്രക്രിയകളെയും നേട്ടങ്ങളെയും 14 ജില്ലകളിലും പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയും അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് വിഷൻ 2030 വികസന കോൺക്ലേവ്. പരമ്പരയിലെ ആദ്യ കോൺക്ലേവാണ് കൊല്ലം ജില്ലയിൽ നടന്നത്. മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, എം നൌഷാദ് MLA, കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ശൈലേന്ദ്ര ബാബു എന്നിവർ ആരോഗ്യം, വ്യവസായം, ടൂറിസം, പൊതുമരാമത്ത് മേഖലകളിൽ കൊല്ലത്തിന്റെ മുന്നേറ്റം എങ്ങനെയാകണമെന്ന ആശയങ്ങൾ പങ്കുവച്ചു. ആരോഗ്യമേഖലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയുടെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെയും വികസനമാണ് പ്രധാനമായും ഉയർന്നത്. കൊല്ലത്ത് നമുക്ക് ഒരു മെഡിക്കൽ കോളേജ് മാത്രമാണ് നിലവിലുള്ളത്. നമ്മൾ അവിടെ ഇനിയും ഒട്ടേറെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെന്റിലും ഇനിയും തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് തുടങ്ങുക, അതിനാവശ്യമായ സ്റ്റാഫുകളെ നിയോഗിക്കുക. കെട്ടിടങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതുകൂടി വന്നു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ വളരെയേറെ തിരുവനന്തപുരത്തേക്കുള്ള പോക്ക് നമുക്ക് വളരെയേറെ കുറയ്ക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ നാട് കൊല്ലം ജില്ല ഏറ്റവും നന്നായി ആരോഗ്യ രംഗത്ത് പെർഫെക്റ്റ് ആയിട്ട് പോകണം. പോരായ്മകൾ പരിഹരിച്ച് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ആവശ്യം കൊല്ലം ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി ആക്കണം. ഇവിടെ നമ്മുടെ കൊല്ലത്തെ ആശ്രാമ ESI ആശുപത്രിയുണ്ട്. അതൊരു മെഡിക്കൽ കോളേജ് ആക്കി മാറ്റണം. അത് മെഡിക്കൽ കോളേജ് ആക്കിയാൽ കൊല്ലം ജില്ലാ ആശുപത്രി നമുക്ക് ജനറൽ ആശുപത്രി ആക്കിയും കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള താലൂക്ക് ആശുപത്രികളെ നമുക്ക് ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്താം. കശുവണ്ടി വ്യവസായത്തിന്റെ പഴയ പ്രതാപകാലത്തിലേക്ക് ജില്ലയെ തിരിച്ചു കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്ന ആവശ്യവും കോൺക്ലേവിൽ ഉയർന്നു. IT രംഗത്തുൾപ്പെടെ മാറുന്ന കാലത്തിന് അനുസരിച്ചുള്ള വ്യവസായങ്ങളും ജില്ലയിൽ വരണം. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് യുവാക്കളെ ജില്ലയിൽ പിടിച്ചു നിർത്താനുള്ള നടപടികൾ വേണമെന്നും പാനലിസ്റ്റുകൾ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നത് കർശനമായി നിരോധിക്കണം. പരിപ്പ് വിയറ്റ്നാമിൽ നിന്നോ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ ടാക്സ് ഏർപ്പെടുത്തണം. അപ്പോൾ അവർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യില്ല. ഇവിടുത്തെ കൊല്ലത്തെ കശുവണ്ടി മുതലാളിമാരുടെ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അവർ 500 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കണം. അതുകൊണ്ട് ഈ സ്വകാര്യ മേഖലയിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന നമ്മുടെ കൊല്ലം കടൽപ്പരപ്പിലെല്ലാം ഏകദേശം 350 സ്ക്വയർ കിലോമീറ്റർ ഖനനത്തിനുള്ള അനുമതി കൊടുക്കുന്നത് പൂർണ്ണമായി പിൻവലിക്കണം. അത് പിൻവലിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണം, മത്സ്യാനുബന്ധ വ്യവസായത്തെ സംരക്ഷിക്കണം. KMMന്റെ ഭാവി അതിന്റെ വൈവിധ്യവൽക്കരണത്തിലേക്ക് പോകാൻ പറ്റണം. വരും കാലത്തെ അവരുടെ സ്വപ്നങ്ങൾ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. യുവാക്കളെ പിടിച്ചു നിർത്തുവാൻ അല്ലെങ്കിൽ യുവജനങ്ങളെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു സംവിധാനം ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണം എന്നാണ് ഒരു വലിയ നിർദ്ദേശം. കൊല്ലത്തിന്റെയും മൺട്രോതുരുത്തിന്റെയും വിനോദസഞ്ചാര സാധ്യത വർദ്ധിപ്പിക്കാനുള്ള ആശയങ്ങളും കോൺക്ലേവിൽ ഉയർന്നു. അഷ്ടമുടിക്കായലിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകതയും ചർച്ചയായി. അഷ്ടമുടിക്കായലിനെ പ്രൊട്ടക്ട് ചെയ്യുക ടൂറിസത്തിൽ ഏറ്റവും പ്രധാനമാണ്. കായൽ മലിനീകരണത്തിനെതിരായിട്ടുള്ള പ്രോജക്റ്റ് വരണം. അപ്പം കൊല്ലത്തിൻ്റെ ബസ് സ്റ്റാൻഡിനോട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കായലോരത്താണ്. ആ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് മാറണം. കൊല്ലം പട്ടണത്തിലെ എല്ലാ വേസ്റ്റും ഇന്ന് കായലിലേക്കാണ് തട്ടുന്നത്. അവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരണം. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കൊല്ലം കൂടുതൽ മുന്നേറാനുള്ള ആശയങ്ങളും കാഴ്ചപ്പാടുകളും കോൺക്ലേവിൽ ചർച്ച ചെയ്തു. കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ് മോഡറേറ്ററായി. കോൺക്ലേവിൽ പങ്കെടുത്ത അതിഥികൾക്ക് കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി ഉപഹാരങ്ങൾ നൽകി. കേരള വിഷൻ ന്യൂസ് വിഷൻ 2030 ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡ് നേടിയ അനശ്വര ജ്വല്ലറി ഡയറക്ടർമാരായ അനുരാജ് രാജൻ, പ്രീന അനുരാജ്, ജീനിയസ് ആക്സിസ് എഡ്യൂക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ ശിവപ്രസാദ് T, കൊയിലോൺ മൊബൈൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്മാർട്ട് ഫോൺ ടെക്നോളജിയുടെ നിസാം ബാബു T, ഗാന്ധിഭവൻ സ്ഥാപകനും മാനേജറുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ, ഡോക്ടർ ലിഞ്ചു ലോറൻസ് എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.